അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2008 പാകിസ്ഥാനിൽ താലിബാൻ ഭീകരവാദികൾ അഴിഞ്ഞാടുന്ന സമയം. സാധാരണക്കാരുടെ സ്വൈര ജീവിതത്തിലോട്ട് ഭീകരാശയങ്ങൾ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചു. പക്ഷേ BBC-യിൽ ഗുൽമഖ എന്ന തൂലിക നാമത്തിൽ വന്ന ലേഖനങ്ങൾ അവരുടെ അന്തിയുറക്കം കെടുത്തുന്നുണ്ടായിരുന്നു. താലിബാനിസത്തിനെതിരെ അന്താരാഷ്ട്ര ഉപരോധം വരെ ശിക്ഷ നൽകിയ വരികളെ അന്വേഷിച്ചിറങ്ങിയ ഭീകരൻ കയറിയത് വൈകുന്നേരം പോകാനൊരുങ്ങിയ കുശാൽ ഗേൾസ് സ്കൂൾ ബസ്സിലായിരുന്നു. ആരാണ് മലാല യൂസുഫ്? അയാൾ ഗർജിച്ചുകൊണ്ട് ചോദിച്ചു. വിദ്യാർത്ഥിനിയുടെ തുറിച്ചു നോട്ടം കൊണ്ട് അവളെ മനസ്സിലാക്കിയ പട്ടാള വേഷധാരി അവളുടെ തലക്ക് വെടിയുണ്ട തുളച്ചു. സാർവത്രിക വിദ്യാഭ്യാസ അവകാശത്തിന്റെ പ്രതീകമാവുകയും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത മലാല 14 വയസ്സുള്ള വിദ്യാർത്ഥിനിയായിരുന്നു. സ്വീഡിഷ് പാർലമെന്റിനരികത്ത് പരിസ്ഥിതിക്ക് കാവലിരുന്നൊരു പെൺകുട്ടിയുണ്ട്. 16-ാം വയസ്സിൽ ഐക്യരാഷ്ട്രസഭയിൽ രാഷ്ട്രതലവന്മാരുടെ മുഖത്തേക്ക് തീഗോളമായി അവൾ പെയ്തു. ഹൗ ഡെയർ യു എന്ന ചോദ്യം കൊണ്ട് ലോകത്തിന്റെ കണ്ണു തുറപ്പിച്ച ഗ്രേറ്റ തുൻബർഗ് ഇന്നവൾ ഇസ്രായേലിന്റെ ഉപരോധം മറികടന്ന് ഗസയിലേക്കുള്ള ഭക്ഷണപ്പൊതികളുമായി പോയ ഗ്ലോബൽ സമൂദ് ഫോർട്ടിലയുടെ കപ്പിത്താനാണ്. ലോകം നിഷ്ക്രിയമാവുമ്പോൾ വിപ്ലവാത്മകത ക്രിയകളിലേക്ക് വഴിവെട്ടുന്ന ആ വിദ്യാർത്ഥി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഇതുപോലുള്ള അത്യത്ഭുത ഉദയങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്നുണ്ടായതിന് ഉദാഹരണങ്ങൾ ഏറെയാണ്. ഭരണകർത്താക്കൾ മനുഷ്യത്വത്തിൽ നിന്നോ നീതിയിൽ നിന്നോ അകലം പാലിക്കുമ്പോൾ അവരുടെ കഴുത്തിന് പിടിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സ്വന്തം ബലഹീനതകളെ സാധ്യതകളായി കണ്ട് അത്ഭുതം വീൽചെയറിൽ തുഴഞ്ഞ വിദ്യാർത്ഥികൾ, ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലെ ചിത്രങ്ങളാണ്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ തന്നെയാണ് വിപ്ലവമെന്ന് പ്രസിദ്ധമായ വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ ഔദ്യോഗിക മുദ്രാവാക്യമായി വിളിച്ചതും. അടിയന്തരാവസ്ഥയുടെ മുമ്പും പിമ്പും വിദ്യാർത്ഥികൾ കാവലിരുന്ന ഈ ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥി വിപ്ലവത്തിന് കൂടുതൽ തെളിവുകൾ പറയേണ്ടതില്ലല്ലോ. ഗതകാല അനുഭവങ്ങൾ പുതുകാല വിദ്യാർത്ഥികൾക്ക് ദിശ നൽകുന്നുണ്ട്. ഫലസ്തീനിന്റെ ചുട്ടുപൊള്ളുന്ന കാഴ്ചകൾക്ക് മുമ്പിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ഏകലോകക്രമം സ്ഥാപിക്കാൻ മൂന്നാം ലോക രാജ്യങ്ങൾക്കുമേൽ സൈനിക പോരാട്ടങ്ങളും താരിഫ് യുദ്ധങ്ങളും നയമായി സ്വീകരിക്കുന്നതിന് മുമ്പിൽ കൈകെട്ടിയിരിക്കാനാവില്ല. നമുക്ക് പൊരുതാൻ ആയുധം വേണം. ലോകത്തെ മാറ്റുന്ന ഏറ്റവും വലിയ ആയുധം വിദ്യയാണ് എന്ന് നെൽസൺ മണ്ടേല തീർപ്പ് പറയുന്നുണ്ട്. അഥവാ ക്ലാസ് മുറികളിൽ നാം മിടുക്കരായ വിദ്യാർത്ഥികളാവണം. കഠിനാധ്വാനത്തിന്റെ പര്യായമായും റൈഹാലുകൾക്ക് മുമ്പിലെ സ്ഥിര പ്രതിഷ്ഠയായും നാം തീരണം. 16-ാം വയസ്സിൽ സഞ്ജാൻ വിശദീകരണ ഗ്രന്ഥം വൈജ്ഞാനിക ലോകത്തിന് സമർപ്പിച്ച നവവി ഇമാമിൽ നിന്ന് ചരിത്രം കാണുന്നത് മറ്റൊന്നല്ല. പക്ഷേ നമുക്ക് ചുറ്റും കെണിവലകൾ ഒരുക്കി കഴുകന്മാർ വട്ടമിടുന്നുണ്ട്. ഈ പാക്കറ്റ് ഒന്ന് നുണഞ്ഞു നോക്കൂ, ആനന്ദ തുന്തിലമാവാം. ലഹരി മാഫിയയുടെ കിന്നാരമാണ്. നിങ്ങൾ നിയന്ത്രണങ്ങളുടെ തടവറയിലാണ്. കുടുംബത്തിൽ നിന്നും മതത്തിൽ നിന്നും ജെൻഡർ കൺസെപ്റ്റുകളിൽ നിന്നെല്ലാം ഉടലുടച്ചോടൂ എന്നൊക്കെ പറയുന്നവരുണ്ടാകും. എല്ലാവർക്കും അജണ്ടകളുണ്ട്. എല്ലാ പ്രലോഭനങ്ങളുടെയും പ്രകോപനങ്ങളുടെയും നീരാളി കൈകൾ നീളുന്നത് വിദ്യാർത്ഥികളെ നമ്മിലേക്കാണ്. ആർക്കും തല വെച്ച് കൊടുക്കരുത്. ധാർമ്മികതയുടെ, മനുഷ്യത്വത്തിന്റെ സംസ്ഥാപനത്തിനായി നിലകൊള്ളുക. ഈ മുറ്റത്തിലൂടെ, ഈ മണ്ണിലൂടെ നമ്മൾ നടന്നു പോയിരുന്നു എന്ന് അടയാളപ്പെടുത്തുക. അങ്ങനെയാവുകിൽ കവി രാംദാസ് പറഞ്ഞ പോലെ നീലാകാശത്തിനു താഴെ പുതിയൊരു ഭൂമിക്ക് നമുക്ക് വിത്തിറക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.